ഞാൻ അന്ന് ഈ സാധനം കൊടുത്തോണ്ടിരുന്നപ്പോൾ എന്ത് സാധനം? ഞാൻ ഇവളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയാണല്ലോ, പിന്നെ ഇവളെന്താ ഇങ്ങനെ കാണിക്കണേ എന്നുള്ള കുറെ ഞാൻ പറയാം, അക്രമം കാണിക്കില്ല. ഇപ്പൊ ഞാൻ എന്താ എനിക്ക് റിലേഷൻഷിപ്പ് ആയിട്ടുള്ള പെൺകുച്ച് വേറെ ആമ്പിള്ളേരോട് സംസാരിക്കാൻ പാടില്ല. എനിക്കെന്നാ അതിന് പറയണ്ടേ, ലവറുണ്ടെങ്കിൽ അയാളാണോ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. അതാണ് ഞാൻ ചോദിക്കണേ. അപ്പൊ നീ ഓൾറെഡി ഇപ്പൊ രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് ആവാലോ. പാളി ആദ്യം അടിയുള്ളൂ, അന്ന് എനിക്ക് കെയറിങ് ഭയങ്കര കൂടുതലായിരുന്നു. മറ്റേതാണ് അപ്പൊ നീ മെസ്സേജ് നിനക്ക് റിപ്ലൈ ഇടണല്ലേ, പക്ഷെ അവൾ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടുന്നുണ്ട്. കല്യാണം ഓർമ്മിച്ച അവന് വെള്ളമില്ല, ഒന്നുമില്ല. അളിയൻ പർപ്പിൾ ഫ്ലാഗ്. ലവർ ഉണ്ടായിട്ടും ബെസ്റ്റ് എന്നൊരാളെ കീപ്പ് ചെയ്യുന്നത് പക്ഷെ ഈ ജേണിയിൽ ത്രൂ ഔട്ട് ഈ ബെസ്റ്റ് എന്ന് പറഞ്ഞ തെണ്ടി ഉണ്ടാവും. ഞാൻ പറഞ്ഞാണ് മറ്റേത് പിടിക്കാൻ. എന്താന്നല്ലേ കാര്യത്തോടെ ഇവിടെയാണ് വെൽക്കം ബാക്ക് ടു ഇന്നസെന്റിന്റെ പ്രസക്തി. ഇമോഷണലി ഇവനാണ് ഏറ്റവും വലിയ മനസ്സിലായി. കെട്ടിയില്ല. ഇപ്പൊ ഈ കേൾക്കണതാണ് ഇൻട്രോ, മനസ്സിലായോ? സെറ്റായി ആൾക്കാർ ഇന്നായി. അതെ, ആക്ച്വലി ഞാന് എന്റെ ടീനേജ് പ്രായത്തിൽ എനിക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നു. ചോദിക്കണേ. ഓക്കെ, ആരാന്നും പറയില്ല. അന്ന് ഞാൻ പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെ എനിക്ക് പലപ്പോഴും ഞാൻ ഇവളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയാണല്ലോ, പിന്നെ ഇവളെന്താ ഇങ്ങനെ കാണിക്കണേ എന്നുള്ള കുറെ മൊമെന്റ്സ് ഞാൻ പറയാം, എന്നിങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പലപ്പോഴും സ്നേഹം കൊണ്ടല്ലേ ഇതൊക്കെ ചെയ്യണം, പിന്നെന്താ ഇവളതിനൊക്കെ എതിർക്കണേന്നൊക്കെ ഉള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഒരു 16 വയസ്സ് 15-16 കാലഘട്ടമാണല്ലോ. 2015-16 എനിക്ക് 15-16 അപ്പൊ 2009 ആ കാലഘട്ടം. പക്ഷെ പിന്നീട് വലുതായി വെളിവ് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ റെഡ് ഫ്ലാഗ് എന്നുള്ളത്. ഒരു ഉദാഹരണം ഞാനത് വിട്ടുതരില്ല, ഞാൻ പറയാം. അപ്പൊ ഇത് എക്സ്ക്ലൂസീവ്ലി പറഞ്ഞേക്ക്. ഞാൻ അന്ന് ഈ സാധനം കൊടുത്തോണ്ടിരുന്നപ്പോൾ അന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇത് ഏത് ഫ്ലാഗ്, ഇങ്ങനെ ഫ്ലാഗ് എന്നൊരു സംഭവം നമ്മളുടെ ഇവിടെ എന്താ പറയാ ഫ്ലാഗുകൾ പോപ്പുലർ ആവണേക്ക് മുമ്പുള്ള ഒരു കാലഘട്ടമായിരുന്നു. ഫ്ലാഗ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ പിന്നീട് വന്ന് വിവരം വെച്ചപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ ഏറ്റവും വലിയ റെഡ് ഫ്ലാഗ് ആയിരുന്നു എന്നുള്ളത്. അപ്പോ അതുപോലെ ഞാൻ തിരിച്ചറിഞ്ഞ, അതായത് നമ്മൾ പണ്ട് ഭയങ്കര അടിപൊളി എന്ന് വിചാരിച്ചതും പിന്നീട് വളരെ മോശപ്പെട്ട റെഡ് ഫ്ലാഗുകളാണെന്ന് തിരിച്ചറിഞ്ഞ ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ NSN പോഡ്കാസ്റ്റിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവനൊന്ന് പറയേണ്ടത് തുടങ്ങൂല എന്ന് പറഞ്ഞത് അതൊരു തിരിച്ചറിവാണ്. ആയിരിക്കില്ല പറഞ്ഞത്. അപ്പോ എന്തായിരുന്നു റെഡ് ഫ്ലാഗിന്റെ സംഭവം? അതായത് അന്ന് എനിക്ക് കെയറിങ് ഭയങ്കര കൂടുതലായിരുന്നു. അത്ര പാസ്വേഡൊക്കെ ആദ്യം മേടിക്കും. അതൊന്നും ഞാൻ അങ്ങനെ ഒരു റെഡ് ഫ്ലാഗ് ആയിട്ട് കണ്ടിട്ട് സ്കൂളിൽ പഠിക്കുമ്പോ കൊതിച്ചെന്ന്. എന്താ ആ സമയത്ത് എല്ലാരും റിലേഷൻഷിപ്പിലാണ്. നമ്മളതല്ലേ ബാൾട്ടി അന്ന് റിലേഷൻഷിപ്പ് ആയി കഴിഞ്ഞാൽ എല്ലാരും ആദ്യം വാങ്ങണം എന്താണെന്നറിയോ? ഫേസ്ബുക്ക് ഐ ഡി പാസ്വേഡും. അങ്ങനെ ഫേസ്ബുക്ക് ഐ ഡി പാസ്വേഡ് വാങ്ങിയപ്പോ ആ കൂട്ടുകാരന്റെ ചിക്കന് എന്റെ മെസ്സേജ് അത്ര കൂടെ അതാരാതൊക്കെ നമുക്കറിയാം. അതെ, അല്ല അത് എനിക്ക് ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞേ, ഇപ്പൊ ഞാനും ഇതുപോലെ പാസ്വേഡൊക്കെ മേടിച്ചിട്ട് കണ്ടില്ല, പക്ഷെ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്ത് പാസ്വേഡ്? അപ്പൊ എന്താ പറയുക, ഈ പാസ്വേഡ് മേടിച്ച് ഞാനിങ്ങനെ വന്നപ്പോ എനിക്ക് തോന്നിയിട്ടുണ്ട് അതിലെന്താ പ്രശ്നമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എന്റെ ക്ലാസ്സിൽ വൃത്തിയായിട്ട് ഇടയ്ക്ക് പ്രാവശ്യം ചാറ്റ് ചെയ്തപ്പോഴേ, അതേത് പ്ലസ് 2 പഠിക്കുമ്പോഴാണ് ഡീറ്റെയിൽസ് ചോദിക്കുന്നത്. ഞാനിങ്ങനെ ചാറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും എനിക്ക് അവളുടെ തന്നെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നു. അതായത് അവളുടെ ബോയ് ഫ്രണ്ടാണ് അവളുടെ പ്രൊഫൈലിൽ നിന്ന് എനിക്ക് മെസ്സേജ്. ഓ ചെക്കിംഗ് ആണ്.
അതാ എനിക്ക് മനസ്സിലായില്ല. അത് കാർത്തിക്കിന്റെ പ്രൊഫൈലില് എടാ ഇപ്പൊ ഞാൻ ഇവിടെ നിക്കണേ, ഇപ്പൊ പെണ്ണിന്റെ പേര് ബി എന്നാണെന്ന് വിചാരിക്കും, ഞാൻ എ. അപ്പൊ ഈ ബി എന്ന് പറഞ്ഞ പെണ്ണിന്റെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വരണം മെസ്സേജ് അവളുടെ ബോയ് ഫ്രണ്ട് അവളുടെ ഐ ഡി കാർഡ് അയക്കണതാണെന്ന്. ചെക്കിങ് ബോയ്ഫ്രണ്ട് ആയ സി സംസാരിക്കുക അല്ലേ? അവളുടെ അക്കൗണ്ടിൽ നിന്ന് സംസാരിക്കുക. അപ്പൊ എനിക്ക് തോന്നി എനിക്ക് ഇതുവരെ വൃത്തിയായിട്ട പരിപാടിയിലായിരുന്നു, പക്ഷെ ഇതേ പരിപാടി ഞാൻ ചെയ്തോണ്ടിരുന്നു. അങ്ങനെ വേറെ കാണുമ്പോഴാണ് തിരിച്ചത്. വേറെ ആളപ്പം അങ്ങനെ വെച്ചിട്ട് ഞാൻ വിചാരിച്ചേ അങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ? പിന്നെ ഞാൻ പറയാം ഇത് തന്നെ ഞാൻ ചെയ്തോണ്ടിരുന്ന. അപ്പൊ അത് എനിക്ക് തോന്നി ഭയങ്കര റെഡ് ഫ്ലാഗ് ആണെന്നുള്ളത്. കാര്യം എന്താണെന്ന് അറിയോ, പാസ്വേഡുകൾ നമുക്ക് കൈമാറേണ്ട ആവശ്യമില്ല. കല്യാണം കഴിക്കാൻ പോണോട് എനിക്ക് പറയാനുള്ളത്, പാസ്വേഡുകൾ നമ്മൾ കൈമാറേണ്ട ആവശ്യമില്ല. അത് ഭയങ്കര റെഡ് ഫ്ലാഗ് ആണ്. ഏത് റിലേഷൻഷിപ്പ് തുടങ്ങുമ്പോഴും എന്തിന്റെങ്കിലും പാസ്വേഡ് ചോദിക്കുന്നുണ്ടെങ്കിൽ അവര് റെഡ് ഫ്ലാഗ് ആണ്. എന്ന് ഞാൻ ഇപ്പൊ ചിലര് ചോദിക്കാം അങ്ങനെ ഹൈഡ് ചെയ്യാൻ ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കൊടുക്കാൻ മടിക്കണെന്നുള്ളത്. പിന്നെ പെണ്ണ് കിട്ടിയപ്പോ വാൾപേപ്പർ വരെ ആ പെണ്ണിന്റെ ഇട്ട ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ അല്ലേ? വന്നിട്ടില്ല. അവനിപ്പോ പൂക്കിയറയിലാണ്. പൂക്കിയറല്ല, പണ്ട് വേറെ അറിയില്ലായിരുന്നു. പൂക്കിയറയിലുള്ള എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, കല്യാണം കഴിയുന്നവരെ ഉള്ളതൊക്കെ മോനെ നീയൊക്കെ കരയും. സിംഗിൾ ടിക്ക് ഡബിൾ ടിക്കാവും പിന്നെ ബ്ലൂ ടിക്കാവും. നീ കരയും മോനെ. എന്നോട് ഇതൊക്കെ പറയണേ. പിന്നെ കല്യാണം ഉറപ്പിച്ച ടൈം പോയിട്ടില്ല, ഒന്നുമില്ല. അല്ലെങ്കിൽ പ്രൂഫ് ആകാം. അപ്പൊ അതാണ് സംഭവം. ഇന്ന് ഞാൻ ആക്ച്വലി കഴിഞ്ഞ ദിവസം ഒരു ഷോ ഉണ്ടായിരുന്നു ജെൻസി പിള്ളേരുടെ. അപ്പൊ അവരോട് ഞാന് കുറച്ച് സംശയം പോലെ ഇങ്ങനെ ചോദിച്ചു ചില ചോദ്യങ്ങൾ. അതായത് ചില എന്റെ സംശയങ്ങൾ ചോദിച്ചിട്ട് റെഡ് ഫ്ലാഗ് ആണോ ഗ്രീൻ ഫ്ലാഗ് ആണോ എന്ന് പറയാൻ ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോണാണ്. അപ്പൊ നിങ്ങൾ വളരെ ഷോർട്ടാക്കി റെഡ് ഫ്ലാഗ് ആണോ ഗ്രീൻ ഫ്ലാഗ് ആണോ അത് എന്തുകൊണ്ടാണെന്നും ഒന്ന് പറയാം. ശരിക്കണ്ടല്ലേ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഗ്രീൻ ഫോറസ്റ്റ് ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് റെഡ് ഫ്ലാഗ് തിരിച്ചറിയില്ല. കുഴപ്പമില്ല, നീ ഗ്രീൻ പറഞ്ഞാൽ മതി. ഗ്രീൻ തിരിച്ചറിയാല, അത് നോക്കാം നമുക്ക് അല്ലേ? സാലിനോട് ചോദിച്ചാൽ റെഡ് ഫ്ലാഗ് സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളുള്ളത് ഒന്നും പഠിക്കാം. റെഡി അല്ലേ? ഫസ്റ്റ് സലിനോട് ചുമന്നപ്പോ തന്നെ ഓക്കെ നിന്നോട് ചോദിക്കാം. എല്ലാം ശ്രദ്ധിച്ചേട്ടോ, മെസ്സേജ് അയച്ചാൽ ലേറ്റ് ആയിട്ട് റിപ്ലൈ ചെയ്യുന്നത് റെഡ് ആണോ ഗ്രീൻ ആണോ? അതങ്ങനെ പറയാൻ പറ്റില്ല, അവരെന്തെങ്കിലും തിരക്കിലായിരിക്കില്ലേ? ആണോ? റിലേഷനിലാണെങ്കിൽ അവര് തിരക്കിലാണെങ്കിൽ ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ എന്തുകൊണ്ടാണ് ലേറ്റ് ആയെന്ന് എന്നോട് പറഞ്ഞില്ല. അതിന്റെ ആവശ്യമുണ്ടോ? പറഞ്ഞില്ല. എടാ റെഡ് ആണോ ഗ്രീൻ ആണോ? അല്ല അങ്ങനെയല്ലേ. ഇപ്പൊ ഞാൻ പറയാം, സിനാരിയോ വൈസ് പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഒരു ജോലിയിൽ ഇരിക്കുകയാന്ന് വിചാരിക്കും, എനിക്ക് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അയാൾ എനിക്കൊരു മെസ്സേജ് അയച്ചു, അത് സ്വാഭാവികമായിട്ടും വാട്സാപ്പ് നോക്കൂല. അത് കഴിഞ്ഞ് ഇപ്പൊ ഞാൻ അയാൾ ഹൗ ആർ യു എന്നാണ് ചോദിച്ചെങ്കിൽ ഐ ആം ഫൈൻ എന്നാണ് ഞാൻ തിരിച്ചയക്കുന്നതെങ്കിൽ അത്രയല്ലേ ഉള്ളൂ. ഇപ്പൊ അയാൾ എന്നോട് ചോദിക്കുകയാണ് ഇംഗ്ലീഷൊക്കെ പറഞ്ഞല്ലേ? അങ്ങനെയല്ല, എക്സാമ്പിൾ മൊത്തം എക്സാമ്പിൾ ആയിട്ട് പറയാനോട് ചോദിക്കുക എവിടെ ആയിരുന്നു എന്ന് വെച്ചാൽ ഞാൻ മറുപടി പറയും. നീ മെസ്സേജ് നിനക്ക് റിപ്ലൈ ഇടണല്ലേ, പക്ഷെ അവൾ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടുന്നുണ്ട്. അത് അവളെന്ത് സ്റ്റോറി ഇടുന്നു അതെനിക്കറിയില്ലല്ലേ. അല്ല ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ഓക്കെ എനിക്ക് റിപ്ലൈ തന്നിട്ടില്ല, പക്ഷെ ഇൻസ്റ്റയിൽ സ്റ്റോറി ഒന്നുണ്ട്. അത് റെഡ് ഫ്ലാഗ് ആണ്. റെഡ് ഫ്ലാഗ് ആണ് അല്ലേ? മറ്റേ സീനാണ് ജഗദീഷിനോട് ചോദിക്കില്ലേ നിഷേധിക്കുന്നുണ്ടോ ഇല്ലയോ? എനിക്ക് ഗ്രീൻ അല്ല എന്ന് വെച്ചാൽ ഞാൻ പുള്ളിക്കാരത്തിയുടെ അപ്പൊ റിലേഷൻഷിപ്പ് ഹെൽത്തി ആണോ എന്ന് നോക്കും. ഒബ്സർവേഷൻ ഉത്തരം പറ. ചോദ്യമൊന്നുമല്ല, റെഡ് ആയിരിക്കും. നിനക്ക് റിപ്ലൈ ചെയ്യാതെ സ്റ്റോറി ഇടുന്നുണ്ട്, റിപ്ലൈ ചെയ്യാൻ ലേറ്റ് ആണ്, പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ അവൾ ആക്റ്റീവ് ആണ്. റെഡ് ആയിരിക്കും. റെഡ് ഫ്ലാഗ് ആണ്. നീ ഒരു വ്യത്യസ്തനാവാൻ വേണ്ടി അല്ല, അത് എനിക്കൊരു റെഡ് ഫ്ലാഗ് ആയിട്ട് തോന്നുന്നില്ല. പാവരിപ്പുറത്ത് അല്ല സല്ല എന്താ അവൻ ഓപ്പൺ ആയിട്ട് പറയട്ടെ, നീ അവനങ്ങനെ പറയാൻ അറിയില്ല. ഞാൻ ചെറുപ്പം തുടങ്ങി അവന്റെ കൂടെ അല്ല, അത് ഡിപ്പെൻസ് ആണ്. ഇപ്പൊ ഞാനിപ്പോ എനിക്ക് നിന്റെ കാര്യം തന്നെ ചോദിക്കണം. ഞാനിപ്പോ എന്ന് പറയേണ്ട കാര്യം നീ പറഞ്ഞു. അത് റെഡ് ഫ്ലാഗ് ആണെന്ന് പറയാൻ പറ്റില്ല. അല്ല എന്തുകൊണ്ടാണെന്ന് പറയട്ടെ. ഞാൻ അതിലൊരു വേറൊരു കോൺട്രഡിക്ഷൻ ഞാൻ പറയട്ടെ. അവളൊരു സ്റ്റോറി ഇട്ടെന്ന് വിചാരിക്കും, അവളൊരു മെൻഷൻ ചെയ്ത സ്റ്റോറി അല്ല അതങ്ങനെ റെഡ് ഫ്ലാഗ്. അല്ലടാ, ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ
എനിക്ക് വാട്സാപ്പിൽ കുറെ മെസ്സേജുകൾ വരുന്നുണ്ടല്ലോ നമ്മുടെ എല്ലാവരുടെയും. പക്ഷെ ഇൻസ്റ്റയില് ഇപ്പൊ നമ്മള് ഉച്ചക്ക് ഇപ്പൊ ഫുഡ് ഞാൻ ലഞ്ച് കഴിക്കുമ്പോഴാണ് ഫോൺ നോക്കുന്നത്. അപ്പൊ ആ ഫോൺ നോക്കുമ്പോ ഇൻസ്റ്റ കയറുമ്പോ തന്നെ ആദ്യം NSന്റെ ഇതായിരിക്കും. അല്ല വിളിച്ച അപ്പൊ ഞാൻ അതില് ലൈക്ക് ചെയ്ത് വിടും. അപ്പൊ അവിടെ ഒരു ആക്ടിവിറ്റി അങ്ങനെ ചെയ്യുന്നതിന്റെ പ്രയോറിറ്റി ഇൻസ്റ്റയിലാണ് മെസ്സേജ്. ഇൻസ്റ്റയിൽ നിനക്ക് റിപ്ലൈ ഇടുന്നില്ല, പക്ഷെ അതേ ഇൻസ്റ്റയിൽ അവിടെ സ്റ്റോറി ഇടുന്നുണ്ട്. അത് പക്ഷെ ഡിപ്പെൻസ് ആണ്. ഇപ്പൊ ഞാൻ ട്രാവൽ ആയിട്ടാണെങ്കിൽ ഞാൻ റിപ്ലൈ കൊടുക്കൂല. അല്ല അത് ഡിപ്പെൻസ് ആണ്. ഇപ്പൊ ഞാൻ ട്രാവൽ ചെയ്യുമ്പോ മെസ്സേജ് ചെയ്യാത്തവർ എത്ര പേരുണ്ട്? സ്റ്റോറി ഇടണം. അതിനാണ് പറഞ്ഞത്. ഇപ്പൊ നമ്മള് ടൂർ പോകുമ്പോ ഇപ്പൊ നമ്മള് മണാലി പോയപ്പോള് നമ്മള് റിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതാണ് സംഭവം. നമ്മളപ്പോ അവിടെ ഇൻസ്റ്റയിൽ കയറുന്ന സ്റ്റോറി ഇടാൻ മാത്രമാണ്. എനിക്ക് അത്ര വേണ്ടപ്പെട്ട ഒരാളാണ്. ഫേവറേറ്റ് പേഴ്സന്റെ മെസ്സേജ് അല്ലേ പറയണേ? അതെ, ഞാൻ എന്റെ പെർസ്പെക്റ്റീവ് പറയാം. ഫേവറേറ്റ് പേഴ്സൺ എന്നുവെച്ചാ ഇപ്പൊ അത്രയും എനിക്ക് അത്രയും ഫേവറേറ്റ് ആയിട്ട് ഒരു പേഴ്സന്റെ ചാറ്റ് ആണെങ്കിൽ ഞാൻ ഒബ്വിയസ്ലി എത്ര തിരക്കിലാണെങ്കിൽ ഞാൻ റെസ്പോണ്ട് ചെയ്യും. അത് പക്ഷെ ഒരിക്കലും അവിടെ നിന്ന് നമുക്ക് തിരിച്ച് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മള് കഴിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ നടക്കുന്ന പോലെ തന്നെ അവര് നടക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ എക്സ്പെക്ട് ചെയ്യുന്ന നീയാണ് റെഡ് ഫ്ലാഗ്? അല്ല, എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷെ അത് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ഇതിപ്പോ എന്നെ കൺഫ്യൂഷൻ ആക്കി. അപ്പൊ സല്ല പറഞ്ഞത് ഓക്കെയാണ്, ഗ്രീനാണ് അല്ലേ? മൈത്രേന്റെ അല്ല, സ്റ്റോറി ഇടുന്നെന്ന് പറഞ്ഞിട്ട് നമുക്ക് റിപ്ലൈ ആയിരുന്നില്ല. അത് എനിക്ക് അങ്ങനെ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ അങ്ങനെയാണ്, ഞാൻ സ്റ്റോറി ഇടുന്നുണ്ട്, പക്ഷെ ഞാൻ ഇൻസ്റ്റയിൽ ആർക്കും റിപ്ലൈ കൊടുക്കും. അപ്പൊ അല്ല, എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം അത് കുഴപ്പമില്ല. ഗ്രീൻ ഫ്ലാഗ് ഞാൻ പറഞ്ഞില്ലേ കാര്യം എന്താന്ന് വെച്ചാല്, ഇപ്പോ ഫേവറേറ്റ് പേഴ്സൺ മെസ്സേജിന് റിപ്ലൈ ചെയ്തില്ല എന്ന് വെച്ച് അവർക്ക് സ്റ്റോറി ഇടാൻ പാടില്ല എന്നില്ല. അതല്ല ഞാനും പറഞ്ഞത്. എനിക്ക് കളറൊന്നും പറയാറില്ല, അതൊക്കെ പറഞ്ഞേ. ഞാൻ റെസ്പോണ്ട് ചെയ്യും, അതുപോലെ അയാൾ റെസ്പോണ്ട് ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമില്ല. അപ്പൊ ശരിക്കും ഞാൻ ഗ്രീനാണ്. എനിക്ക് റിപ്ലൈ ഇട്ടില്ലെങ്കിൽ ഞാൻ എന്നെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുന്നതായിട്ട് ഞാൻ അതിനെ കാണില്ല. കണ്ണുപൂട്ടി അങ്ങനെ ചെയ്തില്ല, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം പോലും അവിടെ പറയുക. ഇനി അഥവാ അവോയ്ഡ് ചെയ്താലും ചെയ്തോട്ടെ എന്ന് വെച്ചാൽ ഇതാക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, ഇപ്പൊ ട്രിക്ക് കൂടി ഓക്കെ. രണ്ടാമത്തിലേക്ക് കിടക്കണേ. ഇതേപോലെ തന്നെ ഞാൻ തന്നെയാണ് ആദ്യം. നീ തന്നെ ആദ്യം. അല്ലെങ്കിൽ എക്സ്പ്രസ് അല്ലേ പറട്ടെ? എന്നാ നീ പറഞ്ഞ ഫ്ലർട്ട് ചെയ്യാൻ ChatGPT യൂസ് ചെയ്യുന്നത് അത് റെഡ് അല്ലേ? ആണോ? അതൊക്കെ ഒരു കഴിവല്ലേ? അല്ലേ? കറക്റ്റ് ആൻസർ. ഒബ്വിയസ്ലി റെഡ്. യൂസ് ചെയ്തിട്ടില്ല. വേറെ പലതിനും ഉപയോഗിക്കാറുണ്ട്. അതിവിടെ പറഞ്ഞപ്പോഴും ഞങ്ങൾ ഇമേജ് ജനറേഷൻ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഡിസൈനർ. ഓക്കെ, സല്ല് ഫ്ലർട്ട് ചെയ്യാൻ ChatGPT യൂസ് ചെയ്തത്. പണ്ട് മെസ്സേജ് അതെന്താ? അയ്യോ മറ്റേ ഹൽറി അത് വേറെ ChatGPT ഉപയോഗിക്കുന്നത് പ്രശ്നമില്ല. ഇല്ല, പ്രശ്നമില്ലാന്ന് വെച്ചാ ഓക്കെ ആണ്, യൂസ് ചെയ്യാലോ, ചെയ്യാം. ഇപ്പൊ അവിടെ നിന്ന് ഒരു ഇത് വരുന്നത് അത് ഇംഗ്ലീഷിലാണെന്ന് വിചാരിച്ചോ. ഇപ്പൊ നമുക്ക് അതുപോലെ റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ChatGPT നോക്കിയിട്ടല്ലേ റിപ്ലൈ ചെയ്യുന്നത്. അത് ശരിയാണ്ടാ. എന്നുവെച്ചാൽ ജെൻസിക്ക് നമ്മുടെ ഒരു ഫ്രണ്ടിന് മെസ്സേജ്, ഇവൻ ജെൻസിക്ക് ജനിച്ച പറയാമായിരുന്നു ഇവൻ. അപ്പൊ ആ മെസ്സേജ് അയക്കുന്ന ജെൻസിയാണ്, റിസീവ് ചെയ്യുന്ന 90s കിഡാണ്. ഞങ്ങളോട് ഇങ്ങനെ വന്നിട്ടേ അപ്പൊ ALRY എന്നാണ് ടെക്സ്റ്റ്. അപ്പൊ എനിക്ക് മനസ്സിലായത് എന്താ, ഞാൻ എന്നോടല്ല ആദ്യം വേറൊരുത്തനോട് ചോദിച്ചു ഇതെന്താടാ, ഇത് അൾറി. സോറി മാറിയതാടാ. അപ്പൊ വേറൊരുത്തൻ ടൈപ്പ് ഓഫ് മിസ്റ്റേക്ക് ആണ്, സോറി മാറിയ. സോറി എന്തിനാ? അപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത് ഇതെന്താ നോക്കിയപ്പോ ALRY ഓൾറൈറ്റ് ഉദ്ദേശിച്ചേക്കണം. പക്ഷെ അത് അൾറി, ഇപ്പൊ അവന്റെ പേര് അൾറിന്നാ. ഇപ്പൊ ദുബായിലാണ്, സാങ്കല്പികം മാത്രം. ഓക്കെ, അപ്പൊ സല്ല പറയണത് ChatGPT യൂസ് ചെയ്യുന്നത് അല്ല
നീ ഗൂഗിളിൽ കേറിയിട്ട് ഇംഗ്ലീഷിൽ ചാറ്റ് ചെയ്തിട്ടുണ്ടോ? ഐ മീൻ അവിടെ കേറി നോക്കിയിട്ട്? അല്ല ഞാൻ ചോദിക്കുന്ന ചോദ്യം നമ്മളിപ്പോ അല്ല ഈ ചാറ്റ് ചെയ്യുമ്പോ ചില കട്ടിയുള്ള ഇംഗ്ലീഷ് ഗൂഗിളിൽ നോക്കാം. ആണോ ചാറ്റ് ചോദിക്കാൻ പാടാ? അല്ല ചാറ്റ് GPT ഇപ്പൊ ഈ ടൈമിലാണല്ലോ വന്നത്. ഒന്നുമില്ല പറഞ്ഞപ്പോ അല്ല ചില സമയത്തൊക്കെ ഇപ്പൊ വളരെ കട്ടിയുള്ള വാക്കൊക്കെ പറയുന്ന ഫേവറേറ്റ് പേഴ്സൺസ് ഉണ്ടായി. ഇതൊന്നും മോശമല്ലേ, അത് വിളിക്കരുത്. ഫേവറേറ്റ് പേഴ്സൺസ് അത് നോക്കും. അല്ല ഞാൻ പറഞ്ഞത് നമ്മളിപ്പോ എയുടെ ഹെൽപ്പ് ഡേ ടു ഡേ ലൈഫിൽ എന്തെല്ലാം കാര്യത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. മെയിൽ അയക്കാൻ. അപ്പൊ ഫ്ലേർട്ട് യൂസ് ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? ചേട്ടാ പിന്നെ പെട്ടെന്ന് അല്ല ഓൾറെഡി റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നവർക്ക് എന്തിനാണ് ഫ്ലേർട്ട് ചെയ്യേണ്ട കാര്യം? എടാ ഫ്ലേർട്ടിംഗ് ഈസ് വാട്ട് കീപ്സ് യുവർ റിലേഷൻഷിപ്പ് ഗോയിങ് ഓൺ. ഓ അങ്ങനെ ഇവരുമായി ഇത്രയും മോഡാ. ഞാൻ പറഞ്ഞത് മൂഞ്ചാൻ പോണത് അവിടെ നേരിട്ട് പോയിരുന്ന് സംസാരിക്കുമ്പോഴാണ്. ടെക്സ്റ്റ് ചെയ്യുമ്പോ ചാറ്റ് GPT ഉപയോഗിക്കുന്നതിൽ വലിയ കുഴപ്പമില്ല. നേരിട്ട് വന്നിരിക്കുമ്പോ ഇവളുടെ കട്ടി ഇംഗ്ലീഷിൽ പറയുമ്പോ നമ്മൾ അവിടെ കിടന്ന് അന്നേരം തപ്പില്ലേ. അപ്പൊ മുമ്പിലിരിക്കുമ്പോ ചാറ്റ് GPT ഉപയോഗിക്കുന്നത് റെഡ് ഫ്ലാഗ് ആണ്. അപ്പൊ ഞങ്ങൾക്ക് കൊടുക്കുന്നൊക്കെ കുഴപ്പമില്ല, ഒരു 30% ശരിയാണ്. നോക്കാം. താങ്ക് യു. മൂന്നാമത്തെ ചോദ്യം. ഇത് സല്ലോറാണ് ആദ്യം. ഫേക്ക് ഇൻസ്റ്റാഗ്രാം ഐഡി കീപ്പ് ചെയ്യുന്നത് അത് റെഡ് ഫ്ലാഗ്. എന്തുകൊണ്ട്? ഫേക്ക് എന്തിനാണ്? ഫേക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഒരു ആവശ്യമില്ല, നമ്മൾ ജെന്യൂൻ ആണ്. ജെന്യൂൻ ആണ്. അല്ല ജെന്യൂൻ ആവേണ്ടടുത്ത് ജെന്യൂൻ ആണ്. എന്താ കൈവർക്കുണ്ട് പറയുമ്പോ എന്താ പതറണ? അതാണ് അപ്പൊ നിന്റെ ഇപ്പൊ ഗേൾഫ്രണ്ടിന് ഒരു ഫേക്ക് ഐഡിയ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നീ സ്പോട്ടില് പ്രശ്നം ഉണ്ടാകും. ആദ്യത്തെ ഇല്ല. ഇപ്പൊ എന്താന്ന് പറഞ്ഞാൽ ജോബിന് ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ട്. ആ ഫേക്ക് അക്കൗണ്ട് കോമൺ ആണ്. അപ്പൊ അത് ആക്ച്വലി ഞങ്ങള് കേറുന്നത് നമ്മളെന്തിനാ കേറുന്നത്? ഫേക്ക് അക്കൗണ്ട് ഇപ്പൊ പലതിലും ഉണ്ടാവും. ചിലവരിപ്പോ എന്താന്ന് പറഞ്ഞാല് ചില എക്സ്പ്ലോറർ നീറ്റ് ആക്കി വെക്കാനും മറ്റേ അതായത് ഇപ്പോ ചില കോമിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇത് ചെയ്യാനും വേണ്ടി ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ സാഹചര്യം അവന്റെ ഒരു പ്രൊഫൈല് മൊത്തം ഈ കോമിക് ആനിമെ കാര്യങ്ങളും മാത്രമാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതിനിപ്പോ എന്താ പ്രശ്നം? നമുക്ക് എന്താ പറയാൻ പറ്റൂലേ? സമ്മാനിച്ചിട്ടേ ഉത്തരവില്ലാത്ത ഫേക്ക് ഐഡി ഇത് സ്പാം അക്കൗണ്ട് പോലെ യൂസ് ചെയ്തെങ്കിൽ അത് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് നോർമൽ. എന്ന് വെച്ചാൽ ഇപ്പൊ ചിലർക്ക് മറ്റേ കുടുംബക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടൊരു പ്രൊഫൈൽ അതുകൊണ്ട് വേറെ മാത്രല്ലല്ലോ നമ്മൾ പറയുന്നത് നമ്മുടെ ഇതായിട്ടുള്ളതല്ലേ. ഫീമെയിൽസിനും കൂടെ ഇത് ചെയ്യാൻ പറ്റും. അവർക്കിപ്പോ ചില ഫോട്ടോസ് ഒക്കെ ഇടുമ്പോ കുടുംബക്കാർ വന്ന് ഇങ്ങനെ ഫോട്ടോ ഇതാണ് റെഡ് ഫ്ലാഗ്. ദിസ് ഇസ് ദ റെഡ് ഫ്ലാഗ്. അല്ല ഞാൻ പറയണത് വീട്ടുകാര് കാണാണ്ട് നമ്മൾ ഇഷ്ടത്തിന് പോസ്റ്റ് ചെയ്യാൻ വീട്ടുകാരൊന്ന് ആഡ് ചെയ്തുള്ളൊരു പേജ് ഒക്കെ. ഞാനൊരു കാര്യം പറയട്ടെ, അതിനെ ഫേക്ക് ഐഡി എന്ന് പറയാൻ പറ്റില്ല. അത് ഓൾട്ടർനേറ്റ് ഐഡി ആണ്. എന്തിനാ അവര് ബ്ലോക്ക് ചെയ്താ പോരെ? ഞാൻ പറഞ്ഞതല്ല, ഫേക്ക് ഐഡിയിൽ ആരും കൊണ്ട് അവരവരുടെ ഫോട്ടോയോ ഇൻഫർമേഷനോ ഇടില്ല. അതാണ് ഫേക്ക് ഐഡി. മറ്റേത് ഓൾട്ടർനേറ്റ് ഐഡി ആണ്. അത് റെഡ് ആണ്. എന്ത് ഓൾട്ടർനേറ്റ്? അല്ലല്ലോ, ഐ മീൻ അവരുടെ സ്വന്തം ഫോട്ടോസ് ഇടാത്ത ഒരു പലരും ഫേക്ക് ഐഡിന്റെ ആവശ്യമില്ല. സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു. നീ പറഞ്ഞോ, നീ നിന്നെ അറിയണ്ടത്. അല്ല ഫേക്ക് ഐഡി നമുക്ക് ശരിക്കും ആവശ്യമില്ലല്ലോ. ഞാൻ ചോദിക്കണം, അങ്ങനെ നിന്റെ ഫേവറേറ്റ് പേഴ്സൺ ഫേക്ക് ഐഡി ഉണ്ടെന്ന് നീ അറിയണം. റെസ്പോൺസ് ആ ഫേക്ക് ഐഡിയിൽ അവൾ എന്താ ഫോളോ ചെയ്യണമെന്ന് ആദ്യം നോക്കണം. അയ്യോ, അപ്പൊ ഞാൻ സ്റ്റോക്കർ
ശരിക്കും ഞാനൊരു റെഡ് ഫ്ലാഗ് ആണെന്ന് എനിക്ക് തോന്നുന്നു. സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ ഇതിന് ഉത്തരം പറയുന്നതിലൂടെ നിങ്ങൾ ഇതിന്റെ ഫ്ലാഗ് പുറത്തേക്ക് പോകുന്നുണ്ട്. ഞാനൊന്നുമില്ല. രാജേഷിനൊന്നും സമയമില്ലാതല്ലേ? അതെ, എന്നുവെച്ചാ ഞാൻ കണ്ടുപിടിക്കുകയാണ് എന്റെ ഫേവറേറ്റ് പേഴ്സണ് ഫേക്ക് ഐഡി ഉണ്ട്. നിനക്ക് അറിയില്ലായിരുന്നു? അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ നീ ബീറ്റ് എനി പേഴ്സൺ, നീ ഫേക്ക് ഐഡി ഉണ്ടെന്ന് അറിഞ്ഞാൽ നീ അവരെ ജഡ്ജ് ചെയ്യുമോ? ഇല്ല. അപ്പൊ അത് റെഡ് ഫ്ലാഗ് അല്ലല്ലോ. അല്ല, റെഡ് ഫ്ലാഗ് എന്നല്ല നേരത്തെ പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞു പറയണേ. എന്തുകൊണ്ട് ഗ്രീൻ ഫ്ലാഗ്? അല്ല, ഓരോരുത്തരുടെ ഇഷ്ടം. ഇവൻ തുടങ്ങി 3 ക്വസ്റ്റ്യൻ അങ്ങനെയാണ്. ഇവനിപ്പോ എങ്ങനെയാണെന്നറിയോ? ഇവിടെ റെഡ്, ഇവിടെ ഗ്രീൻ, അങ്ങനെ ഇത് ഗ്രീൻ ഫ്ലാഗ് ആണ്. നിങ്ങൾ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടില്ലേ? ആയിക്കോട്ടെ, അതിനിപ്പോ എന്താ കുഴപ്പമൊന്നുമില്ല. അല്ല, എനിക്ക് തോന്നിയിട്ടുള്ളത് ഫേക്ക് ഐ ഡി ഉണ്ടാക്കണോ വേണ്ടെന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്ത് ഫോളോ ചെയ്യണോ എന്നുള്ളത് തീരുമാനം. അത് വെച്ച് എന്ത് ചെയ്യുന്നു എന്നുള്ളത് അനുസരിച്ച് അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ എല്ലാവരും അതെ, നിങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള ചോദിക്കും. മറ്റേ സ്ക്രീൻഷോട്ട് അയച്ചു തരാൻ പറയുന്നത് റെഡ് ഫ്ലാഗാണോ ഗ്രീൻ ഫ്ലാഗാണോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഇതൊരു മാതിരി വളച്ചൊടിച്ച് ആലോചിക്കാനുള്ള സാധനങ്ങളാണ് ഞാൻ ഇട്ടിരുന്നത്. ഞാൻ പറഞ്ഞത് ഫേക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്യണോ വേണ്ടെന്നുള്ള ഓരോരുത്തർ ഇഷ്ടമാണ്. പക്ഷെ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിട്ടേ നമുക്ക് ഫ്ലാഗിന്റെ കളർ തീരുമാനിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഒരു പരിധി വരെ ശരിയായിരുന്നു, ടോട്ടലി പോയി. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കണം. ഇത് ജോബം പറയട്ടെ ആദ്യം. അല്ലെങ്കിൽ പറയട്ടെ. ചാറ്റ് ചെയ്ത് തുടങ്ങി അന്ന് രാത്രി തന്നെ ഐ ലവ് യു പറയുന്നത് അത് റെഡാ? റെഡാണോ? അതെ, അപ്പൊ തന്നെ കോഫി കുടിക്കാൻ വരുന്നു ചോദിച്ച ആൾക്കാരുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന ഭയങ്കര സ്ട്രൈറ്റ് ഫോർവേഡ് ആവുന്നത് ചാറ്റ് ചെയ്ത് തന്നെ. ഇതാ പ്രശ്നം. എന്താ നിനക്ക് തോന്നുന്നു? ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ അടുത്ത ക്വസ്റ്റ്യൻ. അല്ല, റെഡാണ് എങ്ങനെ നോക്കിയാലും. കാരണം അത് ഒരാള് ഒറ്റ ദിവസം കൊണ്ടൊക്കെ മനസ്സിലാക്കി എടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ള കാര്യം. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റിൽ വിശ്വസിക്കുന്നില്ല. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും അയാള് അത് ലവ് തന്നെയാണെന്ന് ഉറപ്പിക്കണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ആണ്. എന്റെ കാര്യം ഐ ലവ് യു പറയുന്നതിന്റെ പ്രശ്നമുള്ളൂ. അതെ, ഐ ലവ് യു എന്ന് പറയുന്നത് വലിയൊരു വാക്കാണ്. സീരിയസ് ആയിട്ടുള്ള അതായത് പ്രണയം പറയുന്നതിലാണ് പ്രശ്നം. അല്ലാതെ ജസ്റ്റ് കാഷ്വൽ ഡേറ്റിംഗ് അന്ന് രാത്രി എന്ന് പറയുന്നത്. അതെ, എടാ, ഉത്തരം പറയുന്നത് വ്യക്തമായിരിക്കണം. നമ്മള് ഒരു പോഡ്കാസ്റ്റിലാണ് ഇരിക്കണമെന്നും കൂടി ഓർമ്മയും വേണം. അതാണ് സലിമുണ്ട്. അല്ല, പറഞ്ഞനുസരിച്ച് സീരിയസ് ആയിട്ട് ഇപ്പൊ പ്രണയമാണോ അല്ലേ എന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് അത് പറയാൻ പറ്റില്ല. അല്ല, ഫ്ലാഗ് ഐ ലവ് യു വേണ്ട, ഒരു കാഷ്വൽ ഡേറ്റിനുള്ള ഒരു റിക്വസ്റ്റ് മുമ്പോട്ട് വെക്കാണ് ഫസ്റ്റ് ദിവസം ചാറ്റ് ചെയ്ത് തുടങ്ങിയ ദിവസം തന്നെ. ഫസ്റ്റ് ഡേറ്റിൽ വെക്കുന്ന സീനില്ല. കാഷ്വൽ, ഐ മീൻ ചാറ്റ് ചെയ്തിട്ട് ഒരു ഡേറ്റിന് പോകുന്നത്, കാഷ്വൽ ഡേറ്റിന് പോകുന്നത് സീനില്ല. കുഴപ്പമില്ല. ഓക്കെ, വാട്ട് അബൌട്ട് ഇല്ല, ഫസ്റ്റ് ടൈം ചാറ്റ് ചെയ്തിട്ട് അപ്പൊ തന്നെ ഐ ലവ് യു എന്ന് പറയുന്നത്. ആദ്യം തന്നെ ചാറ്റ് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് ഇങ്ങോട്ട് ബ്ലോക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളതാണല്ലേ? എനിക്ക് ഇല്ല, ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അതായത് ഫസ്റ്റ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഫസ്റ്റ് ചാറ്റ് ചെയ്ത് തുടങ്ങുന്ന ദിവസം തന്നെ വളരെ ഓപ്പൺ ആയിട്ട് ഇപ്പൊ കാഷ്വൽ ഡേറ്റ് ആണെങ്കിലും എന്താണെങ്കിലും അങ്ങനെ ഞാൻ പറയുന്നത്. നീ പോകാറുണ്ടോ ഞാൻ ചോദിച്ചത്. അല്ല, ഞാൻ അങ്ങനെ ചോദിക്കാറില്ല. ആദ്യമായിട്ട് ഇങ്ങനെ സംസാരിച്ചു ചോദിച്ചത് ഞാൻ പറഞ്ഞിട്ടില്ല. ഓരോരുത്തരുടെ അഭിപ്രായമാണോ ചോദിക്കണം. ആദ്യമായിട്ട് കാഷ്വൽ ഡേറ്റിനെ ചോദിച്ചു. അങ്ങനെയല്ല, ചാറ്റ് ചെയ്തു ഹായ് ഹൗ ആർ യു അപ്പൊ തന്നെ. അല്ല, കുറച്ച് ചാറ്റ് ചെയ്ത് നിങ്ങൾ കമ്പനി ആകുമ്പോ തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക്, അതായത് നമുക്ക് കുറച്ച് നാളത്തേക്ക് ഡേറ്റ് ചെയ്യാൻ കാഷ്വൽ ഡേറ്റിന് പോവാം, മേ ബി അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻഷിപ്പ് ആവാം എന്നുള്ള വളരെ ഓപ്പൺ ആയിട്ട് കുറച്ച് ബോൾഡ് മൂവ്സ് എടുത്താൽ അത് റെഡ് ഫ്ലാഗ് ആണോ ഗ്രീൻ ഫ്ലാഗ് ആണോ എന്നുള്ളതാണ്. അത് ഇല്ല, അങ്ങനെ ഇപ്പൊ റെഡ് ഫ്ലാഗോ ബ്ലൂ ഫ്ലാഗോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിപ്പോ എന്റെ അടുത്ത് അത് അങ്ങനെ ഒരു സിറ്റുവേഷൻഷിപ്പ് ചോദിച്ചാൽ എനിക്ക് അതിൽ താല്പര്യമില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ അത് പറ്റില്ലല്ലോ. അല്ല, അല്ലെങ്കിലും ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ഇല്ല, ഇത്
കാഷ്വൽ ഡേറ്റിന് ഇപ്പൊ നമ്മളിപ്പോ ഞാൻ പറയാം ഇന്ന് നമ്മള് കണക്ട് ചെയ്ത് തന്നെ സംസാരിച്ചപ്പോ നാളെ ഒരു കാഷ്വൽ ഡേറ്റിന് പറഞ്ഞെന്ന് ചോദിക്കുന്നത് ഗ്രീൻ ഫ്ലാഗ് അല്ലേ? ആണല്ലേ? അതിനിപ്പോ എന്താ? അതത്രേ ഉള്ളൂ. ഗ്രീൻ ഫ്ലാഗ് ആണ്. എനിക്ക് തോന്നുന്നത് പക്ഷെ രണ്ടുപേരുടെയും വൈബ് അനുസരിച്ചിട്ട് ഇതെന്താന്ന് വെച്ചാൽ ഇഫ് both the parties involved are on the same page, അത് ഓക്കെയാണ് അല്ലേ? സെയിം പേജ് അല്ലാണ്ട് വരുമ്പോഴാണ് ആ വിഷയം വന്നത്. ഇപ്പൊ ക്ലിയർ ആയ ഓക്കെ. നെക്സ്റ്റ് ഞാൻ ചോദിക്കട്ടെ, നീ പറ. 3 മാസത്തേക്ക് ഗോസ്റ്റ് ചെയ്ത് പോയിട്ട് പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഐ മിസ് യു എന്ന് പറയുന്നത് ഗോസ്റ്റിംഗ് എന്താന്ന് ആദ്യം പറഞ്ഞു. എനിക്കറിയാം. ഗോസ്റ്റിംഗ് എന്താന്ന് പറഞ്ഞൂടെ? അറിയാം. കുറെ അനുഭവിച്ചിട്ടുണ്ട് എടാ, ഇതന്നെ എന്തെന്നെ ഇതിപ്പോ എങ്ങനെ പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇൻസ്റ്റ കയറി, പക്ഷെ ഞാനൊരു ആക്ടിവിറ്റിയിലും ചെയ്യുന്നില്ല, പക്ഷെ ഞാൻ ഇയാളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട്? അതാണ് ഗോസ്റ്റിംഗ്. ഞാൻ പറഞ്ഞില്ല എനിക്കറിയാം. ഇത് ഞാൻ ടെസ്റ്റ് ചെയ്ത സ്റ്റോക്കിംഗ് അല്ലേ? ഒരു മിനിറ്റ് അവിടെ ഞാൻ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നില്ല. ഇതുവന്റെ പടത്തില് നസ്ലിം പറഞ്ഞില്ലേ പൈസ ഇടുന്നുണ്ട്, അതെന്താ കേസ് ഗോസ്റ്റിംഗ് അറിയില്ലാന്ന്. എന്നാ നീ പറ.